ഹായ് ഓൾ, എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചില്ലേ നന്നായിട്ട്. ഇത് മൂന്നാം ഓണം അവിട്ടം ദിനത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് എൻ്റെ പിറന്നാൾ കൂടിയാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ വെറുതെ അമ്പലത്തിലൊന്നും പോകാൻ പറ്റില്ല, മക്കൾക്കൊക്കെ പനിയായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഊണൊക്കെ കഴിച്ച് ചെറുതായിട്ടൊരമ്മ സദ്യ ഉണ്ടാക്കി, അതൊക്കെ കഴിച്ച് ഞങ്ങൾ റെഡിയായിട്ട് മാമൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. എല്ലാ ഓണത്തിനുമാണ് ഒന്ന് മാമൻ്റെ വീട്ടിൽ പോവുക. പിന്നെ ചേച്ചി, വല്യമ്മമാർ എല്ലാവരും വരും കേട്ടോ. അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ റെഡിയായി പോവാം കേട്ടോ. അവിയലെ മൾക്കോട്ടൻ സാരിയാണ് കേട്ടോ. നല്ല കംഫർട്ടാണ് കേട്ടോ കൊടുക്കാൻ. എനിക്ക് സാരി കൊടുത്താൽ അങ്ങനെ പറ്റാറേ ഇല്ല, പക്ഷെ ഇത് നല്ല കംഫർട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. ഇതാണ് ഞങ്ങളുടെ മാമൻ്റെ വീട്. ചെറിയൊരു വീടായിരുന്നു. ഇവിടെ വരുമ്പോൾ പണ്ടത്തെ ഓർമ്മകളാട്ടോ. ഏട്ടന്മാരും ചേച്ചിയും അനിയന്മാരൊക്കെ ആയിട്ട് ഞങ്ങൾ കളിച്ചതും എല്ലാവരും കൂടി. ഓണമൊക്കെ എന്നും എൻ്റെ പിറന്നാൾ ഇവിടെ ആയിട്ട് ആഘോഷിക്കാറ്. ഓണത്തിന് അച്ഛൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് മാമൻ്റെ അവിടേക്ക് പോകും. പിറ്റേ ദിവസം എന്നും എൻ്റെ പിറന്നാൾ ഇവിടെ ആയിട്ട് ആഘോഷിക്കാറ്. മാമൻ പൊറാട്ടയൊക്കെ വാങ്ങിച്ച് അമ്മായി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കുറേ നേരമൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് മാമന് പുതിയ വീട് കയറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തി. പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഹൗസ് വാമിങ്ങൊക്കെ ഗംഭീരമാക്കണം. മാമന് ഇതാ ഒരു ഓട്ടോറിക്ഷ ഉണ്ട്, മഞ്ചാടി, പിന്നെ ഒരു ട്രാക്ടറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ മുന്നിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും വല്യമ്മമാരും ഇത് ചേച്ചിയുടെ മക്കളാണ് കേട്ടോ, 2 ആൺകുട്ടികൾ. എല്ലാവരും പിള്ളേരൊക്കെ നല്ല വലുതായി. ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ നമുക്ക് ഓരോ ഓർമ്മകളും നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും നമ്മളെല്ലാവരും ഒന്ന് കാണുമ്പോൾ നമ്മൾ പഴയ കുഞ്ഞു കുട്ടികളായ പോലെ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ വരുമ്പോൾ. അല്ലാതെ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാകുമ്പോൾ നമ്മൾ വലിയ ആൾക്കാരുടെ പോലെയല്ലേ, ഇവിടെ എത്തുമ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികളാണ്. ഇപ്പോഴും എന്നെ വലിയമ്മമാരൊക്കെ പ്രസിമോളെ നട്ട വിളിക്കുക. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊരു ചെറിയ ആൾക്കാരുടെ കുട്ടികളായ പോലെ തോന്നും. പിന്നെ അത് വൈകിട്ട് പെട്ടെന്നായി കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി പോന്നു. മാമൻ അങ്ങോട്ട് ചെറുതുരുത്തിക്ക് ആക്കി തരാൻ പറഞ്ഞ് ഞങ്ങളെല്ലാവരും വണ്ടിയിൽ വരികയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ചെറുതുരുത്തി എത്തണേക്കാൾ മുമ്പ് തന്നെ വന്ദനം പോകണ കണ്ടപ്പോൾ ബസ്സിൻ്റെ അവിടെ നിർത്തിയ മാമൻ. എന്നിട്ട് അതിൽ ഏട്ടനായിരുന്നു ഡ്രൈവർ. അപ്പോൾ പെട്ടെന്ന് നിർത്തി ഞങ്ങൾ ബസ്സിൽ കയറി കേട്ടോ. ഷൊർണൂരെത്തി. പിന്നെ ഞങ്ങൾ അമ്മമ്മ കുട്ടികൾക്കൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഡ്രസ്സൊക്കെ. അപ്പോൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ അവിടെ ഷൊർണൂർ ഇറങ്ങി. ഷൊർണൂരിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് നല്ല ലേറ്റായിട്ടാട്ടോ വീട്ടിലെത്തിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ.